മനുഷ്യരെ വീണ്ടും മടിയരും അലസരുമാക്കുന്ന രീതിയിലല്ല ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ വളർത്തുന്ന രീതിയിലേ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് ഈശോയുടെ അത്ഭുതം എന്ന് പറയുന്നത്. പണിയെടുപ്പിച്ചിട്ട് അതിന് മികച്ച റിസൾട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈശോ ചെയ്യുന്ന അത്ഭുതങ്ങൾ. എല്ലാം എടുത്തു വെച്ച് നോക്കിക്കോ. ഇന്ന് അന്ധം വന്ന് കാഴ്ചയ്ക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു. അവനെ ചുമ്മാ വേണമെങ്കിൽ കാഴ്ച കൊടുത്ത് വിടാം. പക്ഷേ ഈശോ ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പോയി സിലോഹ എന്ന് പറയുന്ന കുളത്തിൽ കഴുകാനാണ് പറയുന്നത്. കഴുകി കഴിഞ്ഞപ്പം അവന് കാഴ്ച കിട്ടി. അവനെ വളർത്തുകയാണ്. മനുഷ്യരെ വളർത്തുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് ഈശോ. മനുഷ്യരെ തളർത്തുന്നവനല്ല, മടി പിടിപ്പിക്കുന്നവനല്ല, മനുഷ്യനെ അലസനാക്കി കൂടുതലായി ദൈവം എല്ലാം ചെയ്തോളൂ, നമ്മൾ അങ്ങ് ചുമ്മാ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മുടെ ഈശോ. അങ്ങനെ ഈശോ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും ചെയ്തു തരികയല്ല. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, ഈശോ എല്ലാം ചെയ്തോളൂ. അല്ല, നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മളെ വളർത്തി നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി നമ്മുടെ ജീവിതത്തിൽ മനോഹരമായി ഇടപെടുന്ന ആളുടെ പേരാണ് ഈശോ, നമ്മുടെ ദൈവം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.